നിങ്ങൾ ഈ ഫലം തിന്നണം. You should eat of this fruit. തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കും. The day you eat, your eyes will be open. എന്ത് ചെയ്യരുതെന്ന് പറയുന്നോ അത് ചെയ്യാൻ മിക്കവർക്കും ഒരു പ്രത്യേക ടെൻഡൻസിയാ. There's a tendency of people having to do something that is said not to do. ഏദൻ തോട്ടത്തിൽ തുടങ്ങിയതാ. It started in the Eden garden. വീട്ടിൽ ചുമ്മാതെ എന്തെങ്കിലും ഒരു സാധനം കെട്ടി വെച്ചിട്ട് ഏതെങ്കിലും ഊണുമുറിയിലോട്ട് വെച്ചിട്ട് പിള്ളേരോട് പറഞ്ഞാൽ തൊടരുതെന്ന് പറഞ്ഞാൽ മതി, മിക്ക പിള്ളേരും അത് തൊടും. You just cover something and keep it on the dining table and say to your children, don't touch it. They will normally go and try to find what it is. പിള്ളേരുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ, നമ്മുടെ കാര്യം പറയാതിതാ. It's just we are telling examples of children. ഈ തൊടരുത്, കാണരുത്, പോകരുതെന്ന് പറയുന്നിടത്തോട് ഒന്ന് നോക്കാൻ Whatever you say, don't touch, don't see, don't go, you have a desire to do it. ഇവൻ ഹാഫ് ട്രൂത്ത് പറയുന്നവനാ. The devil is the one who says half truth. അവൻ പറഞ്ഞ സാധനം കണ്ണു തുറന്നു. One thing has happened, eyes are open. ലോകത്തിലെ കണ്ണ്. The eyes of this world. പക്ഷെ ഒരു കണ്ണ് അടഞ്ഞു. But one eye got closed. അപ്പനുമായുള്ള ബന്ധത്തിന്റെ. The eye of relation, connection. അപ്പനുമായുള്ള ബന്ധത്തെ തടയുന്ന ഒരു കാര്യത്തിലും ഇടപെടരുത്. Do not intervene in anything that breaks your relation with your eternal Father. വലിയ കാര്യങ്ങൾ ദൈവം വചനത്തിലൂടെ നേരിട്ടും പ്രവാചകന്മാരിലൂടെ അല്ലെങ്കിൽ നേരിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ആളുകളുടെ നടുവിലിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞെന്നിരിക്കട്ടെ, അതിനപ്പുറമായുള്ള സാഹചര്യങ്ങൾ നിന്റെ മുമ്പിൽ ചിലപ്പോൾ വരാം. ആലിയ പ്രതികൂലങ്ങൾ കാണിച്ച് മുമ്പിൽ ആ വാക്തത്വം ഒന്നും നടക്കാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ ആലിയ പാമ്പിന്റെ രൂപേണ വരുന്നവരുടെ വാക്ക് കേട്ട് നിൽക്കാതെ അയ്യോ ഞങ്ങളും കേട്ടതാ കുറെയൊക്കെ ഒന്നും നടക്കത്തില്ല, അങ്ങനെയുള്ളവരുടെ വാക്ക് കേട്ടാൽ നീയും അവരുടെ കൂട്ടത്തിലായി പോകും. എന്നാൽ അതിന്റെ നടുവിൽ ഒരു കാലേബാകാൻ, അതിന്റെ നടുവിൽ ഒരു യോശുവയാകാൻ, 10 പേർക്കപ്പുറം 2 പേര് മോശയോട് പറഞ്ഞതുപോലെ പട്ടണം കർത്താവ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നു, അത് പിടിക്കാൻ സമയമായെന്ന് പറയുന്ന റിപ്പോർട്ടുകൾ പറയുന്ന കാലേബുമാർ എഴുന്നേൽക്കാൻ, യോശുവമാർ എഴുന്നേൽക്കാൻ സമയമായെന്ന് ആത്മാവ് ചിലരോട് പറയാൻ പറയും. If you sit along with people who speak negative, you may also become negative. But are you ready to rise up like Caleb, like Joshua, to catch up the city? God will surely